ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ഡിഷാണ്. ആദ്യം തന്നെ ഗ്രൈൻഡറിൽ ഒരു 6 ചെറിയ ഉള്ളി ഇടണം. പിന്നെ ഒരു ചെറിയ പച്ചമുളക്, പിന്നെ കുറച്ച് ജീരകം. അത് കഴിഞ്ഞ് ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ. ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് അത് അരച്ചെടുക്കുവാണ്. ചെറുതായിട്ടും ചതച്ചെടുത്തതിന് ശേഷം ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയത്, അതും ഒരു കുറച്ച് ശകലം വെള്ളം ഒഴിച്ച് അത് നല്ലവണ്ണം അരച്ചെടുക്കുക. ഫൈൻ പേസ്റ്റായിട്ട് അരയണ്ട, കുറച്ച് തെരുവരിയോടുകൂടി അരച്ചെടുക്കുക. പിന്നെ അടുപ്പത്ത് ഒരു കടായി വെച്ച് അതിൽ സ്റ്റൗ കത്തിച്ച് അതിൽ കുറച്ച് 2 കപ്പ് വെള്ളം തിളയ്ക്കാനായിട്ട് വെക്കണം. അതിൽ കുറച്ച് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ നെയ്യ് നന്നായി തിളയ്ക്കണം. പിന്നെ അതിൻ്റെ കൂടി നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന പേസ്റ്റും ആഡ് ചെയ്യുകയാണ്. തേങ്ങ, ചെറിയ ഉള്ളി, ജീരകം അതും ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് തിളയ്ക്കാനായിട്ട് വയ്ക്കുക. അത് തിളച്ച് കഴിഞ്ഞ ഉടനെ റാഗി പൗഡർ ഒരു 2 കപ്പ് ഞാൻ എടുത്തിരിക്കുന്നത്, അത് ഇതിലേക്ക് മിക്സ് ചെയ്യുക. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടില്ല. ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. നന്നായി ഇളക്കണം. അതിലിട്ടിരിക്കുന്ന തേങ്ങയും റാഗി പൗഡറും എല്ലാം നന്നായിട്ട് മിക്സായി വരത്തക്ക വിധത്തിൽ നന്നായി ഇളക്കിയെടുക്കണം. ഇത് വെറൈറ്റി ആയിട്ട് ഒരു ഡിഷാണ്. നന്നായി ഇളക്കി കഴിഞ്ഞ ശേഷം ഒരു ലിഡ് കൊണ്ട് അത് മൂടി വയ്ക്കുക. ഒരു 5 നിമിഷം കഴിഞ്ഞ ശേഷം ചെറു ചൂടോടുകൂടി തന്നെ അതിനെ നമുക്ക് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെ നല്ലവണ്ണം കുഴച്ചെടുക്കണം. ഇത് വെറൈറ്റി ആയിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. അല്ലെങ്കിൽ നമുക്ക് ഡിന്നറായിട്ടോ വൈകുന്നേരത്തെ പലഹാരമായിട്ടോ ഉപയോഗിക്കാം. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ അതിലേക്ക് തേങ്ങയും ജീരകവും ചേർത്തിരിക്കുന്നത്. പ്ലെയിൻ ആയിട്ടുള്ള റാഗി ആകുമ്പോൾ അതിലൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇച്ചിരി തേങ്ങയും കൂടെ ആഡ് ചെയ്യുന്ന സമയത്താണെങ്കിൽ കുറച്ച് ടേസ്റ്റ് ഉണ്ടാകും. നന്നായി കുഴച്ചെടുക്കുക. കുറച്ച് ഒരു എണ്ണ മേലെ ഒന്ന് തടവി എടുക്കുകയാണ് ഞാൻ. അത് കഴിഞ്ഞ ശേഷം അതിൻ്റെ പകുതി മാത്രം ഞാനിപ്പോൾ എടുത്ത് ആദ്യത്തെ ട്രിപ്പിൽ ഇത് 2 ട്രിപ്പായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ആദ്യത്തേതിൽ ചെറിയ ചെറിയ ഉരുളകളായിട്ട് നമ്മൾ ഉരുട്ടിയെടുക്കണം. റൗണ്ട് ഷേപ്പിൽ ചെറുത്, ഒരു നെല്ലിക്കയേക്കാളും ചെറുതായിട്ടാണ് ഞാനത് ഉരുട്ടിയെടുക്കുന്നത്. തീരെ ചെറുതായിട്ട്. അത് നമുക്ക് വേഗം ഉരുട്ടിയെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടാണ് മാവിരിക്കുന്നത്. വേഗം ഉരുട്ടാം നമ്മൾക്കത്. അത് മുഴുവനും ഉരുട്ടിയെടുക്കണം. അതിന് അധികം സമയമൊന്നും വേണ്ടി വരില്ല. ആവശ്യമെങ്കിൽ കയ്യിൽ കുറച്ച് എണ്ണ തേച്ച് ഉരുട്ടുക. പിന്നെ ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ചൂടാക്കാൻ വെച്ചിരുന്നു. അത് തിളച്ചു. ഇനി നമ്മൾക്ക് അതിലേക്ക് ഒരു പാത്രം വെച്ച്, കുഴിയുള്ള ഒരു പാത്രം, നമ്മൾ സ്റ്റീം എടുക്കാനാണ് പോകുന്നത്. അതിലേക്ക് കുറച്ച് എണ്ണ ഞാൻ തൂത്ത് കൊടുക്കുകയാണ്. അതിലേക്ക് നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന
ഈ ബോളുകൾ, റാഗി ബോൾസ്, അത് നമ്മളതിലേക്കിട്ട് ഒരു 5 മിനിറ്റ് അതിനെ ആവി കയറ്റണം, സ്റ്റീം ചെയ്യണം. അത് ഞാൻ സ്റ്റീം ചെയ്യാൻ അടുത്ത അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു സീസണിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് കടലപ്പരിപ്പ്, ഒരു ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും ചൂടാക്കി, പിന്നെ അത് കഴിഞ്ഞിട്ട് ഉഴുന്ന് പരിപ്പ്, ഞാനത് കഴുകി ഉണക്കി വെച്ചിരിക്കുന്ന ഉഴുന്ന് പരിപ്പാണ്, അത് കുറച്ച് നേരം ഒന്ന് ചൂടാക്കി എടുക്കുക. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം അത് ചൂടാറായിട്ട് നമ്മളത് ഗ്രൈൻഡ് ചെയ്തെടുക്കണം, പൊടിച്ചെടുക്കണം. മിക്സിയിലേക്കിട്ട് കുറച്ച് കടല ഞാൻ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും അതിലേക്ക് ചേർത്ത് കോഴ്സായിട്ട് പൊടിച്ചെടുക്കണം. തരിതരിപ്പോടുകൂടി പൊടിച്ചെടുക്കണം, മുഴുവൻ പൗഡറായി പോകരുത്, കുറച്ച് തരിതരിപ്പ് വേണം അതിന്. കടലയും ഉഴുന്നിൻ്റെയൊക്കെ കുറച്ച് തരിതരിപ്പ് വേണം. നമ്മളുടെ അത് കഴിഞ്ഞു, റാഗി ബോള് വെന്തു. ഇനി അത് ഇറക്കി കുറച്ച് നേരം തണുക്കാൻ വയ്ക്കുക. ആ സമയം കൊണ്ട് നമുക്ക് സീസണിങ് ചെയ്യാം. താളിക്കാൻ ഒരു എണ്ണ ഒഴിച്ച്, 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കടുകിട്ട്, അതിലേക്ക് 2-3 വറ്റൽമുളക്, ഉണക്കമുളകിട്ട് കുറച്ച് നേരം ചൂടാക്കിയ ശേഷം ഒരു ബിഗ് സൈസ് വലിയ സവാള ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അതും ശകലം കരിവേപ്പിലയും ഇട്ട് നല്ലവണ്ണം ഇളക്കണം. ഇളക്കി സവാളയുടെ കളറ് കുറച്ച് മാറുന്നവരൊന്ന് വാടി വരണം, അതുവരെ നമ്മൾ വഴറ്റണം. കുറച്ച് ഉപ്പ് ഞാൻ ഇടുകയാണ് അതിലേക്ക്, സവാള വഴറ്റുവാൻ വേണ്ടിയിട്ട്. കുറച്ച് നേരം വഴറ്റിയെടുക്കണം. ഞാൻ ഇച്ചിരി ഒരു കടുക് പൊട്ടിക്കുമ്പോൾ ഇടുന്ന ഉഴുന്നാണ് ശകലം ഇട്ടിരിക്കുന്നത്, ചെറിയ ഉഴുന്ന്. കുറച്ച് നേരം വഴറ്റണം. അത് കഴിഞ്ഞ ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. അധികം നമ്മൾക്കിതിന് എരിവ് വേണ്ട, അതിനാണ് ഞാൻ കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂൺ ഇട്ടിരിക്കുന്നത്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ തേങ്ങ അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നന്നായിട്ട് ഇളക്കി പച്ചമണം പോകുന്ന വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. അത് കഴിഞ്ഞ ശേഷം ആ പൗഡർ, നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന പൗഡർ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ, അതിട്ട് അത് കുറച്ച് നേരം വഴറ്റിയെടുക്കുക. പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന റാഗി ബോൾസ് അതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി രണ്ടും നല്ലോണം യോജിപ്പിച്ചെടുക്കുക. ഇതൊരു വെറൈറ്റി ഡിഷാണ്, ഇതെല്ലാവർക്കും ഇഷ്ടമാകും, കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഇഷ്ടമാകും. നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. വൈകുന്നേരം പിള്ളേർ സ്കൂൾ വിട്ട് വരുമ്പോൾ ഇതൊന്നും ഉണ്ടാക്കി കൊടുത്തു നോക്കുക, അവർ കഴിച്ചോളും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. സ്റ്റൗ സ്വിച്ച് ഓഫ് ചെയ്തു. തണുക്കാൻ വയ്ക്കുക. ഒരു വെറൈറ്റി ഡിഷാണ്, എല്ലാവരും ഇഷ്ടപ്പെടും. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. സ്പൈസി റാഗി ഡിഷ്. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.